ദിലോരായി കൊടുക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി വ്ളോഗ് ഇടുമെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബും ദിലും നമ്മൾ ഈ വീട് മാറിയതിന് ശേഷം ബാബും ദിലും ഇപ്പോൾ ആദ്യമായിട്ടല്ല ഇതിൽ നിൽക്കാൻ വരുന്നത്. ആദ്യമായിട്ടാണോ അതിൽ നിൽക്കാൻ വരുന്നത്. അതുപോലെ ഇവിടെ കിട്ടിയിട്ട് തന്നെ അല്ലേ, ഫുള്ള് ബിസിയാണ്. പിന്നെ ഉമ്മാക്കും ലീവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഞാനും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അനിയന്മാർ സ്കൂളിൽ പോകും. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയ അന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10K ആവുന്നതിന് മുന്നേ 10K ആയാൽ ഞാൻ ചിലവ് തരാം, ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10K കഴിഞ്ഞ് 14K ആയിട്ടും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഓല് നിൽക്കാൻ വന്ന ദിവസമാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, ശനിയാണ്. അപ്പോൾ ഓല ഇന്ന് വന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓലയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളത്. ബാബു ദിലു നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളത് ഹൃദയം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കുന്നൊക്കെ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്ദിയ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ആരും മാറ്റുണ്ട്. ഉമ്മാൻ്റെ മാറ്റിൽ ഇങ്ങനോട് തട്ടിടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പാൻറ് ഇട്ടില്ല, പോയി പാൻറ്റൊക്കെ ഇടട്ടെ ഗൈസ്. ദിലോരായി കൊടുക്കും. അപ്പോൾ നമ്മൾ ഹൃദയ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചുള്ളൂ, ഇരുമ്പുഴിയിൽ നിന്ന് മുണ്ടർമ്പ് ബൈപ്പാസിലാണ് ഹൃദയം റെസ്റ്റോറൻറ്റ് വരുന്നത്. വേറെ ട്വിസ്റ്റ് ഉണ്ട് ഗായ്സ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ ക്ലോസ് ആയിരുന്നു. ഇനിയിപ്പം ശനി ഞായർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേറെ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ പോവാണ്. ഹൃദയത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൃദയത്തേക്ക് വന്നിക്കാണ്. കൂട്ടിയൊക്ക എന്തെയ്യോ, ഹൃദയം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ക്ലോസ് ആക്കിയതാ അതോ ലീവാ? ഞങ്ങളവിടെ ചെന്നപ്പോൾ എന്താട്ടും ഇഞ്ഞിന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കേനു കേട്ടോ. അപ്പോൾ പിന്നെ മലപ്പുറത്ത് പിന്നെ നല്ല ഹോട്ടലിൽ നിന്ന് പറയുന്നത് പിന്നെ എയർലൈൻസും അതുപോലെ തന്നെ നമ്മളുടെ എന്തായിരുന്നു ഇപ്പം ഹൃദയം കേട്ടോ. ഹൃദയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതായിരുന്നു. പക്ഷേ പറ്റിയില്ല, എന്താ അറിയില്ല, ക്ലോസ് ആയിരുന്നു. നമ്മൾ മുൻകൂട്ടി ഇതാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡെലീഷ്യക്ക് പോകാൻ വിചാരിച്ചിട്ട് അപ്പം ബൈപ്പാസ് വഴി ഡെലീഷ്യക്ക് പോവാണ്. എല്ലാവർക്കും കൂടി ഇരുന്ന് ഫ്രീ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഡെലീഷ്യ ചെന്നപ്പം അതിനെക്കാട്ടി തിരക്ക്. നമ്മളിപ്പോൾ ഡെലീഷ്യൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഷാനു അവിടെയാണ്. ഇതാണ് നമ്മളെ ഡെലീഷ്യൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. മലപ്പുറത്ത് ഇത്രയും കാലം ജീവിച്ചിട്ടും ആദ്യമായിട്ടോ ഞാൻ ഡെലീഷ്യൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം ഇതിന് ഇതേപോലെ ബാക്ക് വശമുണ്ട്. അപ്പോൾ ബാക്ക് വശത്താണ് നമ്മളെ കോളേജ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്ക് കോളേജ് ലഞ്ച് ബ്രേക്കിനൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഡെലീഷ്യയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. ബാബു ദിലുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. നമുക്ക് നമ്മൾ ഹൃദയത്ത് പോയപ്പോൾ ക്ലോസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഡെലീഷ്യക്ക് വന്നത്. കല്യാണത്തിലുള്ള ആളുണ്ടായിരുന്നു ഗൈസ്. അത്രയ്ക്ക് തിരക്കായിരുന്നു, കാല് കുത്താൻ വയ്യ നേരമായിട്ടും. പിന്നെ ഞങ്ങളിതെല്ലാവരും ബാബു നീനും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഔത്തുക്കറിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് നല്ല അടിപൊളി അമേൻസ് ആയിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാബുനെ നിലേനെയും കാത്തിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് കേട്ടോ. കാരണം അത്രയും തിരക്ക്, നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെയിറ്റർ വന്നിട്ട് സീറ്റായിട്ടുണ്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അച്ചുവിനൊക്കെ നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ അതാ ബാബു നീലൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബില്ല് ഞാൻ പേ ചെയ്തോളാം, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്തോ. ദിലുവിൻ്റെ ഇരിപ്പുണ്ടോളം എല്ലാം മനസ്സിലായി ഇരിക്കാന്ന് വിചാരിക്കും. പക്ഷെ ഒക്കെ ഒന്നും മനസ്സിലാത്ത ഇരുത്താണ് കേട്ടോ. എൻ്റെ അൻഷിട്ട പേരാട്ടോ. അവർക്ക് ചെന്നിത്തള്ളാണ്. ചെന്നിത്തള്ള ഞങ്ങളുടെ ബാബു, അത് ഞങ്ങളുടെ ചിട്ട പേരാണ്. അതൊക്കെ അങ്ങനെ അതാ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടുന്ന് വലിയ ഡയലോഗ് അടിച്ച് പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും നോർമൽ ഭക്ഷണമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പെപ്പർ ചിക്കനും ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനും, പിന്നെ എന്തോ ഫ്രഞ്ചി, പിന്നെ ഒരു ഫുൾ ബ്രോസ്റ്റ്, പിന്നെന്തോ മൊജീറ്റോ, അതിന് ശേഷം പിന്നെ 7 അപ്പ്, പിന്നെ എന്തായിരുന്നു
പിന്നെ വേറെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലും എന്തോ തന്തൂർ റൊട്ടിയും അതിക്കെന്തോ കടായി പോലത്തെ ഐറ്റമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുനാഫ വാങ്ങാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ പോകുന്നില്ല. ഓൾറെഡി ഇത്രയും കഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി കുനാഫയും കൂടി നമ്മളെ കൊണ്ട് കയ്യിലാന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഇനി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ആക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ നല്ല അടിപൊളി ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ആ ഫിഷ്. അത് എടുത്ത് പറയണം. ഫിഷ് എന്നോട് ഉമ്മ പറഞ്ഞു എനിക്കൊരു ഫിഷ് മേടിച്ച് തരുമോ. അപ്പോൾ ഞാൻ ഓക്കെ ഫിഷ് മേടിച്ചോളി ഇന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബ്രോസ്റ്റ് അത്ര പോരായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും വിശപ്പടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ തീറ്റ തുടങ്ങി ഗോയ്സ്. എനിക്ക് ഈ AC ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് തലവേദന ഇളകൂട്ടോ, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ആകെ പിരാന്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും ചൂടാവുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് എനിക്കതേ ഇഷ്ടപ്പെട്ടില്ല. ഫുള്ള് വെജിറ്റബിളായിരുന്നു. വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫീലായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പം പയറും ക്യാരറ്റും ഒക്കെ ഉണ്ടായിനി ഗൈസ്. എനിക്ക് എന്തോ പറ്റിയില്ല, അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കേനി. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഇതിലൊക്കെ നല്ല തട്ടി കുത്തർക്കാണ്. ഉമ്മാക്കൊക്കെ മതിയായിക്കണം. ഫുഡ് നല്ലോണം എല്ലാവർക്കും വയറ് നിറച്ചിക്കണം. ഇനി ഒന്നും പോലാന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ തലവേദന ആയതുകൊണ്ട് എനിക്ക് അധികം തിന്നാനുള്ള ആവതില്ലായിരുന്നു. എന്താണെന്ന് അറിയില്ല. വന്നപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു. ഇവിടെ എത്തി പോയപ്പോൾ വലിയ ഉഷാറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതാ പോയി കൈ കഴുകണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഫാമിലി വ്ളോഗ് ഇടുമോ എന്ന് ചോദിച്ച് കമൻറ്റിൽ കൂടെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുമോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിറ്റ ബൈ ബൈ ഉമ്മ. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരൊറ്റ കിടത്താം, വേറെ ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചേച്ചാ.